തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ തീയതികൾ മാറും. ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് സാധ്യത. വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാകും അന്തിമ തീരുമാനം. 2025-2026 വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ 11 മുതലാണ് 2ാം പാദ വാർഷിക പരീക്ഷകൾ നടക്കാനിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയും വോട്ടെണ്ണലും പ്രഖ്യാപിച്ചതോടെയാണ് പരീക്ഷാ ദിവസങ്ങൾ മാറുന്നത്. ഡിസംബർ 9-11 തീയതികളിൽ തെരഞ്ഞെടുപ്പും 13-ന് വോട്ടെണ്ണലും. ക്രിസ്തുമസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷവും സ്കൂളുകളാണ്. അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഡിസംബർ 5 കഴിഞ്ഞാൽ പിന്നെ അവധി ദിനങ്ങളും വോട്ടെടുപ്പും വോട്ടെണ്ണലിനും ശേഷം മാത്രമേ പരീക്ഷ നടത്താനാകൂ. ഡിസംബർ 13-ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നുകഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുമസ് അവധിക്ക് മുൻപ് 15 മുതൽ 19 വരെ 5 പ്രവൃത്തി ദിവസങ്ങളാകും കിട്ടുക. ഇതിൽ ഒരു ദിവസം ക്രിസ്തുമസ് ആഘോഷത്തിനായി മാറ്റിവെച്ചാൽ പരീക്ഷയ്ക്ക് ലഭിക്കുക 4 ദിനങ്ങൾ. 20 മുതൽ 28 വരെയാണ് സ്കൂളുകൾക്ക് ക്രിസ്തുമസ് അവധി. ബാക്കി പരീക്ഷകൾ ഡിസംബറിലെ അവസാന ദിവസങ്ങളിലും ജനുവരി ആദ്യവും നടത്തേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തുമസ് അവധി കഴിഞ്ഞതിന് ശേഷം എല്ലാ പരീക്ഷകളും നടത്തുക എന്നത്. വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗം ചേർന്നതിന് ശേഷം അന്തിമ തീരുമാനമെടുക്കും. ടി. എസ്. ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.